കുറെ ആൾക്കാർക്ക് ഭയങ്കര തെറ്റിദ്ധാരണകളുണ്ട്. ഈ ആനേനെ നീരിന്ന് അഴിക്കണ സമയത്ത് ആനേനെ കണ്ടമാനായിട്ട് ഉപദ്രവിച്ച് പീഡിപ്പിച്ച് മൃഗീയമായിട്ട് ഇടിച്ച് പൊളിച്ചാണ് ആന അഴിക്കുന്നതെന്നൊക്കെ കുറെ തെറ്റിദ്ധാരണകളുണ്ട്. തെറ്റിദ്ധാരണകളെന്നല്ല, അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു നമ്മുടെ ആൾക്കാരുകളെ. അതായത് നമ്മുടെ ആനപ്രേമികൾ എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുവാണ്. ഈ ആന ഞാൻ ഓൾറെഡി കെട്ടി വെച്ചിട്ടുള്ള ആനയാണ്. എനിക്ക് ഇതിനെ പിന്നെ ഇനി കെട്ടി അഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അന്ന് നീരിൽ പോലും ഓടിക്കാത്ത ആനയാണ്. പിന്നെ എനിക്ക് അതിനെ തല്ലി അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം ഒലിവ് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഒലിവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കണ്ണൊക്കെ ഒന്ന് ചുരുങ്ങി വരണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും. ഒരു 3-4 ദിവസം ഇങ്ങനെ ഇരുത്തി കഴുകണം ആന. ആ 3-5 ദിവസം ഇരുത്തി കഴുകി നമ്മൾ ചോറൊക്കെ കൊടുത്ത് ആഹാരമൊക്കെ കൊടുത്ത് മെല്ലെ ആനയായിട്ട് സെറ്റായി ആനയുടെ കൂടെ കൂടണം. പെട്ടെന്ന് തന്നെ ഇന്ന് ഇരുത്തിയെന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ അഴിച്ചു വിടാനൊന്നും പറ്റുന്നില്ല. അത് കുറച്ച് നാൾ ഒരു 5-10 ദിവസമൊക്കെ ആനയെ തറയിലൊക്കെ ഇരുത്തി കഴുകി നോക്കി വൃത്തിയാക്കി ആന ഓക്കെ ആയി നോർമലായി കറക്റ്റ് എല്ലാ ഭാഗം ക്ലിയർ ആയതിനു ശേഷം മാത്രമേ പൂരപ്പുറമ്പിലേക്ക് പോവുള്ളൂ. അപ്പോൾ കുറേ തെറ്റിദ്ധാരണകളൊക്കെയാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ വന്നതിന് ശേഷമാണ് ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണകളൊക്കെ മാറിയത്. ആനക്കാർ ഭയങ്കര മൃഗീയമായിട്ട് ഇടിച്ച് പൊളിച്ച് അഴിക്കണം അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് ആക്കി വെച്ചിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ ആനക്കാർ തന്നെ എന്തില്ല എന്ന് ഞാൻ പറയണില്ല. അവർക്കിപ്പോൾ നമുക്ക് അവരെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷേ ബേഡിങ് ചെയ്ത് അയക്കേണ്ട ആനേനെ ബേഡിങ് ചെയ്ത് അയക്കണം. അപ്പം എന്നെ ഓടിച്ച് ചാർജ് ചെയ്ത് പറപ്പിച്ച് നിൽക്കുന്ന ആനയാണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ ഇത് ഞാൻ പുതിയതായിട്ട് വന്ന അയച്ച ആനയല്ലല്ലോ, ഞാൻ എത്ര നാൾ കൊണ്ട് നടന്ന ആനയല്ലേ. അപ്പോൾ എനിക്ക് ഈ ആനയുടെ അടുത്ത് അത്ര അതിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ വേറൊരു ആനയുടെ ചെന്ന് ചിലപ്പോൾ ഇതാവില്ല സ്ഥിതി. അതാണ് ഞാൻ പറഞ്ഞത്. പരമാവധി ഒലിവ് കഴിഞ്ഞ് ഒരു 5 ദിവസം നിർത്തി കാണയൊക്കെ ഇറക്കി ആന മൂത്രം ഒഴിച്ച് ആന നമ്മളോട് കുഴപ്പമില്ല, നമ്മളെ വിളിക്കുവാനാ ഓക്കെ ആണ്. പുതിയ ആനക്കാരനാണെങ്കിൽ പറ്റില്ല, പത്തനം കൊടുക്കാനേ വേണം. പഴയ ആനക്കാരാണെങ്കിൽ ആന വിളിക്കാൻ നല്ല ന്യൂട്രായിട്ട് അയച്ചു കൊടുക്കുക. ഇപ്പോൾ പുതുപ്പള്ളി മനോജാടനൊക്കെ കേശവനാനൊന്നും വലിയ ബേബിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിൻ്റെ സിസ്റ്റം എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. പിന്നെ തന്നെ ലൈനി നിർത്താൻ പറ്റില്ല. അത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒലിക്കാണ്ട് ഞാൻ പറഞ്ഞില്ല, ഒലിക്കാതെ നിന്ന ആനയും പിന്നെ ഇത്രയും വർഷങ്ങളായിട്ട് ഒലിക്കാതെ നിന്ന ആനയാണ്. അപ്പോൾ അതിനൊരു പരിധി വരെ വിട്ടിട്ട് എന്നാൽ ഫുള്ളായിട്ട് അങ്ങോട്ട് ഒലിവ് കഴിഞ്ഞൊക്കെ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. ഇപ്പം കറക്റ്റ് ടൈമാണ്. ഒരു മാസം നല്ല വൃത്തിയായിട്ട്, അതായത് ഒരു മാസത്തെ ഒലിവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2-2.5 മാസത്തെ ഒലിവ് ആനയ്ക്ക് ഒലിച്ച് പോകുന്നതാണ്. എന്തായാലും നന്ദിയുണ്ട് എല്ലാവരോടും അല്ലേ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ നമുക്കിതൊക്കെ സാധിക്കണം. പിന്നെ നമ്മുടെ കഷ്ടപ്പാട്